കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടോ? അദ്ദേഹം വ്യക്തമാക്കണം. PR ഏജൻസിയെ ആര് നിയോഗിക്കുന്നു? ആരാണ് നിയോഗിച്ചിട്ടുള്ളത്? ഇന്നലെ അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തത് തന്നെയല്ലേ PR ഏജൻസി വക്രീകരിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അവരാരും സ്വർണ്ണക്കള്ളക്കടത്തുകാരല്ല, അവരാരും സ്വർണം പൊട്ടിക്കുന്നവരല്ല. സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണ്ണ പൊട്ടിക്കലും നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സഹായത്തോടെയാണ്. എന്നിട്ട് ഒരു ജില്ലയിലെ ജനങ്ങളെ അപമാനിച്ചിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റല്ലേ ഇടേണ്ടത്? കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകയല്ലേ വേണ്ടത്? ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ ഒരു ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഈ PR ഏജൻസികൾ നേരത്തെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിനായി ഡൽഹിയിലെ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു എന്നാണ്. അല്ല, അതാണ് നമുക്ക് അറിയേണ്ടത്. ആരാണ് ഈ PR ഏജൻസി? ഇത് ആരാണ്? എന്താണ് അവർ ചെയ്യുന്നത്? ഇത്രയും കാലം നമ്മളാരും ഇത് കേട്ടിട്ടില്ല. കേരളത്തിലെ മലയാള പത്രങ്ങൾക്കൊന്നും അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇപ്പോഴൊരു PR ഏജൻസി അവതരിച്ച് അവർ ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നത് വ്യക്തമാണ്. ഡൽഹിയിലേക്ക് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് PR. അതിലെ പ്രസ്താവനകൾ ആ തരത്തിൽ ഗുരുതര സ്വഭാവമുള്ളത് അതിനെപ്പറ്റി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വന്നത് അദ്ദേഹം ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിന് മുഖ്യമന്ത്രി. ന്യൂനപക്ഷങ്ങളെ കൈവിട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ ശ്രമിക്കുന്നു. അതാണ് അതിന്റെ രാഷ്ട്രീയം. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും. അല്ല, അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. അത് മുന്നണിയും പാർട്ടിയും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ല, അൻവർ പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം അത് ഞങ്ങൾ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. അൻവറെ മുന്നണിയിൽ എടുക്കണോ പാർട്ടിയിൽ എടുക്കണോ എന്നൊക്കെയുള്ള കാര്യം കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ്, ഞാൻ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അല്ല, ആ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടി മുന്നണി കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല? മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായി അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവയ്ക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല? അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. PR ഏജൻസി എന്ന കാര്യം ആദ്യം പുറത്തു പറയുന്നത് താങ്കളാണ്. അതിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടു, മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടു ഏതെങ്കിലും ഏജൻസിയെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ നോക്കട്ടെ മുഖ്യമന്ത്രി എങ്ങനെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്ന് അറിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ച് തരുന്നു. അതെ, പണ്ട് നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ PR ഏജൻസിയാണ്. അദ്ദേഹത്തിന്റെ ഇമേജ് തകർന്നത് കൊണ്ട് ഇമേജ് ബിൽഡ് ചെയ്യാൻ പിണറായി വിജയൻ എന്ന വിഗ്രഹം തകർന്നു. അതുകൊണ്ട് ആ വിഗ്രഹം റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു PR ഏജൻസി ആയിരിക്കാം ഇത് എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ എത്ര PR ഏജൻസി വിചാരിച്ചാലും അദ്ദേഹത്തിന്റെ മുഖം നന്നാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മഹാവികാസ് അഘാടി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. ചർച്ചകൾ നടക്കുകയാണ്. സീറ്റ് വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബോംബെയിലെ പ്രസിഡന്റ് വർഷ ഗെയ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ബോംബെയിലും, മഹാരാഷ്ട്രയിൽ നാനാ പട്ടോളയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലും ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകൾ ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകും. ബോംബെയിലെ ഏതാണ്ട് സീറ്റുകളൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അല്ല, അതിന്റെ ഫൈനലായിട്ടില്ല.